ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. പോർച്ചുഗൽ സന്ദർശനം പൂർത്തിയാക്കി സ്ലൊവാക്യയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സ്ലൊവാക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്ലൊവാക്യയിൽ ഇന്ത്യൻ കലയുടെയും സംസ്കാരത്തിന്റെയും ജനപ്രീതി വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്ത് അടുത്ത മാസം 1 മുതൽ 4 വരെ മുംബൈയിൽ നടക്കാനിരിക്കുന്ന വേവ്സ് ഉച്ചകോടിയിലേക്ക് രാഷ്ട്രപതി സ്ലൊവാക്യയെ ക്ഷണിച്ചു. ആന്ധ്രാപ്രദേശിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന തിരുപ്പതി കാട്ട്പാടി റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജനയുടെ ഉപപദ്ധതിയായി കൃഷി ജലപരിപാലനത്തിന്റെ ആധുനികവൽക്കരണത്തിനും മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം നൽകി. പഞ്ചാബിനും ഹരിയാനയ്ക്കുമിടയിൽ 6 വരി സിറക്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിനും കേന്ദ്ര അനുമതി ലഭിച്ചു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി 4 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ അരുണാചൽ പ്രദേശിലെത്തും. പോഷൻ പഖ്വാരയ്ക്ക് കീഴിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്ന കേന്ദ്രമന്ത്രി വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിക്കും. പദ്ധതി പുരോഗതി ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങളും ചേരും. പോഷകാഹാര അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹിക ശാക്തീകരണവും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പോഷൻ പഖ്വാഡയുടെ 7ാം പതിപ്പ് പുരോഗമിക്കുന്നു. ഈ മാസം 22 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് 7ാം പതിപ്പിന്റെ പ്രധാന പ്രമേയങ്ങളിലൊന്ന്. ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനൊരുങ്ങി ഇന്ത്യ. വരും ആഴ്ചകളിൽ ഇത് സംബന്ധിച്ച കരാറുകളിൽ ഒപ്പിടും. റഫേൽ മറൈൻ വിമാനങ്ങൾ ഉൾപ്പെടുത്തുന്നതോടെ നാവികസേനയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു. INS വിക്രമാദിത്യ, INS വിക്രാന്ത് തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകളിലാകും ഇവ വിന്യസിക്കപ്പെടുക. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 304 തസ്തികകൾ സൃഷ്ടിക്കും. 2025-26 വർഷത്തെ കരട് മദ്യനയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരഹിതർക്ക് ഭൂമി കണ്ടെത്താൻ ജില്ലാ കളക്ടർമാർക്ക് മന്ത്രിസഭ നിർദ്ദേശം നൽകി. ലഹരിക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ജീവിതമാകണം ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ വിപുലമായ അവബോധ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആശാപ്രവർത്തകർക്ക് മികച്ച ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി. ആശമാരുടെ ഓണറേറിയം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കാൻ ആരോഗ്യമന്ത്രിയുടെ യോഗത്തിൽ തീരുമാനമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ 4 വർഷ ബിരുദ പരിപാടി 3ാം സെമസ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഈ മാസം 22-ന് മുന്നൊരുക്ക യോഗം ചേരുമെന്ന് മന്ത്രി ആർ ബിന്ദു. 3ാം സെമസ്റ്ററിൽ വിദ്യാർത്ഥികൾക്ക് കോളേജുകളിലും സർവകലാശാലകളിലും മേജർ വിഷയത്തിലും മാറ്റം വരുത്താൻ അവസരമുണ്ടാകും. അടുത്ത വർഷത്തേക്കുള്ള ഏകീകൃത അക്കാദമിക് കലണ്ടർ, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, വിജ്ഞാന കേരളം പദ്ധതി തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. മികച്ച പ്രകടനവുമായി സംസ്ഥാന പൊതുമേഖല. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 24ആയി ഉയർന്നു. 134.56 കോടി രൂപയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത പ്രവർത്തന ലാഭം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അവയെ സ്വയം പര്യാപ്തമാക്കാനും സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളാണ് മികച്ച പ്രകടനത്തിന് വഴിയൊരുക്കിയതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സംസ്ഥാനത്ത് സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറുകൾക്ക് നാളെ തുടക്കമാകും. ഈ മാസം 19 വരെ എല്ലാ താലൂക്കുകളിലെയും പ്രധാന വിൽപ്പനശാല കേന്ദ്രീകരിച്ചാണ് ഫെയർ ക്രമീകരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ ചന്തകളും വെള്ളിയാഴ്ച മുതൽ ഈ മാസം 21 വരെ തുറന്നു പ്രവർത്തിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടക്കുന്ന മേക്ക് ദി വേൾഡ് വെയർ ഖാദി ചലഞ്ചിന്റെ ആദ്യ പട്ടിക വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഖാദിയെ സുസ്ഥിരതയുടെയും സ്വത്വത്തിന്റെയും ആഗോള ചിഹ്നമായി പുനർനിർമ്മിക്കുന്നത് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച മത്സരത്തിൽ 750-ലധികം പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഒമാൻ ദേശീയ ടീമുമായി പരിശീലന മത്സരത്തിനിറങ്ങുന്ന കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസ്റുദ്ദീനാണ് ടീം ക്യാപ്റ്റൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.